ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 3 ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 20-21 അധ്യായം. മോശയുടെ കാലത്ത് തന്നെ ദൈവം പറഞ്ഞതും കൽപ്പിച്ചതുമായ കാര്യമാണ്, നിങ്ങൾ കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ സങ്കേത നഗരങ്ങൾ സ്ഥാപിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ, ഒരുത്തൻ്റെ കയ്യാൽ അവൻ അറിയാതെ അബദ്ധവശാൽ ഒരുത്തവൻ മരണപ്പെട്ട ആളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ചാർച്ചക്കാരോ അല്ലെങ്കിൽ മകനോ അപ്പനോ ആരെങ്കിലും ഈ അബദ്ധവശാൽ കൊല ചെയ്ത ആളിനെ കൊല്ലാതിരിക്കാനും നശിപ്പിക്കാതിരിക്കാനും അവർക്ക് പോയി ഇരിക്കാൻ, ഒളിച്ചിരിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടിരിക്കാൻ പറ്റുന്ന 3 നഗരങ്ങൾ യോർദാനിക്കരയും 3 നഗരങ്ങൾ യോർദാനക്കരയും. അപ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ പിടിക്കാൻ പാടില്ല. പിന്നെ അവിടുന്ന് പുരോഹിതൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവിടെ ന്യായവിസ്താരം കഴിച്ച് ശരിക്കും തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ വിധിക്കുകയും അല്ലെങ്കിൽ വെറുതെ വിടുകയൊക്കെ ചെയ്യണം. അതാണ് എൻ്റെ നിയമം. പിന്നെ അതിനകത്ത് വേറൊരു വ്യവസ്ഥ പറയുന്നുണ്ട്, ആ പുരോഹിതൻ്റെ കാലം കഴിഞ്ഞാൽ അയാൾ പിന്നെ ഫ്രീ ആണ് എന്നൊക്കെ പറയുന്ന വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. അത് വായിച്ചാലേ പൂർണ്ണമായ അതിനകത്തുള്ള വ്യവസ്ഥകൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സങ്കേത നഗരങ്ങൾ സ്ഥാപിക്കുന്നത് യോർദാനക്കരയും ഇസ്രായേലിലെ മക്കളുണ്ടല്ലോ. യോർദാൻ്റെ കിഴക്ക് വശത്ത് രൂബേന്, ഗാദ്, മനശ്ശയുടെ പാതി ഗോത്രമുണ്ട്. അപ്പം അവിടെ 3 നഗരങ്ങൾ. അതൊന്ന് രൂബേൻ ഗോത്രത്തിൻ്റെ സമഭൂമിയിലുള്ള ബേസർ, ഗാദ് ഗോത്രത്തിൽ രാമോത്ത്, മനശ്ശെ ഗോത്രത്തിൽ ഗോലാൻ. ഈ 3 പട്ടണങ്ങളാണ് യോർദാന് കിഴക്ക് വശത്ത് വേർതിരിക്കുന്നത്. എന്നാൽ കനാൻ ദേശത്തിൽ അതുപോലെ 3 പട്ടണങ്ങൾ വേർതിരിക്കുന്നു. നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേദശും, എഫ്രൈം മലനാട്ടിൽ ശേഖേം, യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ. അപ്പോൾ 6 പട്ടണങ്ങൾ അവിടെ വേർതിരിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ, അതാണ് നേരത്തെ പറഞ്ഞത്, മഹാപുരോഹിതൻ്റെ മുമ്പിലും ഒക്കെ കൊണ്ടുവന്ന് സഭയുടെ മുമ്പിൽ നിൽക്കുന്ന ന്യായവിസ്താരത്തിനായി നിൽക്കണം. ആ നിൽക്കുന്നത് വരെ രക്തപ്രതികാരകൻ്റെ കയ്യാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കും. രക്തപ്രതികാരം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട ആളുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനാണ് രക്തപ്രതികാരകൻ. കയ്യിൽ അകപ്പെടാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ പറന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. ഇതാണ് 20-ാം അധ്യായത്തിൻ്റെ സാരം. ഇനി 21-ാം അധ്യായത്തിലേക്ക് വരുമ്പം ലേവിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ലേവിക്ക് ഈ സങ്കേത നഗരങ്ങൾ ഉൾപ്പെടെ 48 പട്ടണങ്ങൾ വേർതിരിക്കണമെന്ന് മോശയുടെ കാലത്ത് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങളവിടെ ചെല്ലുമ്പം ഞാൻ ഭൂമിയിൽ ലേവ്യർക്ക് അവകാശമൊന്നും കൊടുക്കുന്നത് ഞാൻ തന്നെ അവരുടെ അവകാശം. പക്ഷേ നിങ്ങളവിടെ ഇവർക്ക് നിങ്ങളുടെ ഇടയിൽ പാർക്കേണ്ട. അപ്പം നിങ്ങളുടെ ഇടയിൽ പാർക്കേണ്ട, അവർ പൗരോഹിത്യത്തിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ. അപ്പം നിങ്ങളുടെ ഇടയിൽ പാർക്കണം. അപ്പം എല്ലാ ഗോത്രങ്ങളുടെ ഇടയിലും ലേവ്യരുണ്ടാകുന്ന തരത്തിലാണ് ദൈവം അത് ക്രമീകരിച്ചത്. കനാൻ ദേശത്ത് ശീലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങൾക്ക് കന്നുകാലികളും പുൽപ്പുറങ്ങളും തരുവാൻ മോശെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആര് പറയുന്നതാണ്? ലേവിയുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രത്തിലെ കുടുംബത്തലവന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞതാണ്. കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവരുടെ പുൽപ്പുറങ്ങളും ലേവിയർക്ക് കൊടുത്തു. അപ്പോൾ ആ കൊടുത്ത പട്ടണങ്ങളെക്കുറിച്ചാണ് താഴെ. അപ്പം ലേവി എന്ന് പറയുന്ന യാക്കോബിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ 12 ആൺമക്കളിൽ ഒരുവനാണ് ലേവി. ആ ലേവിക്ക് 3 മക്കളാണ്. ഒന്ന് കെഹാത്ത്, ഗർഷോൻ, മെരാരി. ആ 3 മക്കളുടെക്കുള്ള അവകാശം കൊടുത്താൽ മതി. ആ 3 മക്കളെന്ന് പറയുമ്പോൾ ആ മക്കൾ ഇന്നില്ല, ആ മക്കളുടെ തലമുറകളാണെന്നുള്ളത്. ആ തലമുറകൾക്ക്, ആ കുടുംബത്തിലുള്ള തലമുറകൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കാണുന്ന കെഹാത്തി കുടുംബങ്ങൾക്ക് അവിടെ യഹൂദ ഗോത്രത്തിലും ശിമിയോൻ ഗോത്രത്തിലും ബെന്യാമിൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി.
വീണ്ടും കഹാത്തിൻ്റെ മക്കൾക്ക് വീണ്ടും കിട്ടി. എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശയുടെ പാതി ഗോത്രത്തിലും നറുക്ക് പ്രകാരം 10 പട്ടണം കിട്ടി. അപ്പോൾ 10 13 10 23 പട്ടണമായി. അപ്പോൾ ഗർശോൻ്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശയുടെ പാതി ഗോത്രത്തിൽ നറുക്ക് പ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് രൂപൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബുലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. ഇത് നറുക്കിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തർക്കങ്ങളില്ല, അല്ലേ? തർക്കങ്ങളില്ല, നറുക്കിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തർക്കമില്ല. ആരെങ്കിലും ഒരാൾ അവരുടെ താല്പര്യപ്രകാരം അവർക്ക് കൊടുത്തു എന്നുള്ള ഒരു പരാതി ഇല്ല. അതുകൊണ്ടാണ് നറുക്ക് വെക്കുന്നത്. നറുക്ക് വെക്കുമ്പോൾ അതിൻ്റെ വിധാനം ദൈവത്തിൻ്റെ ആയതുകൊണ്ട് അത് ദൈവം അങ്ങനെയാണ് തീരുമാനിച്ചത് എന്നുള്ള ആ ഒരു ഉറപ്പിലും വിശ്വാസത്തിലും അവരത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴോട്ട് അഹരോന് മക്കൾക്ക് കിട്ടിയ അവകാശത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവർക്ക് യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമിയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവർക്ക് ലേവി മക്കളിൽ കഹാത്തിൻ്റെ കുടുംബങ്ങളിൽ അഹരോൻ്റെ മക്കൾക്ക് നറുക്ക് കിട്ടി. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോൻ്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്രായും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്ദീനും അതിൻ്റെ പുൽപ്പുറങ്ങളും സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. ബേത് ഷെമേഷ് അതിൻ്റെ പുൽപ്പുറങ്ങൾ, ബെന്യാമിൻ ഗോത്രത്തിൽ ഗിബയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഗേബയും അതിൻ്റെ അനാഥോത്ത് നമുക്കറിയാം. അനാഥോത്തിലെ പുരോഹിതൻ എന്നൊക്കെ വായിക്കുന്നത്. അപ്പോൾ പുരോഹിതന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് അത്. അനാഥോത്ത് പിന്നീട് അപ്പോഴല്ല, ആ കാലത്തല്ല. അനാഥോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഒക്കെ കൊടുത്തതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗർശോൻ്റെ മക്കൾക്ക് മനശ്ശയുടെ പാതി ഗോത്രത്തിൽ കൊല ചെയ്തതിന് സങ്കേതകരം ബാഷാനിലെ ഗോലാനും അതിലെ പുൽപ്പുറങ്ങളും ബത്സയിത്തരയും അതിൻ്റെ പുൽപ്പുറങ്ങളും. അപ്പം ഇങ്ങനെ താഴോട്ട് അതിനെക്കുറിച്ചും കുറച്ച് വിവരണങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്. പിന്നെ മെരാരിയ കുടുംബങ്ങൾക്ക് കിട്ടിയ അവകാശത്തിൻ്റെ വിശദമായ വിവരമുണ്ട്. എന്നിട്ട് അവസാനത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്കെല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ 48 പട്ടണത്തിനകത്ത് 6 സങ്കേത നഗരങ്ങൾ ഉൾപ്പെടെയാണ് 48 പട്ടണം. 42 6 48. അത് സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിൽ നമുക്കൊന്ന് പോയാൽ ഇതിനെ സംബന്ധിച്ച് കാണുകയും ചെയ്യാം. എല്ലാം കൂടി 48 പട്ടണം അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങളുണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പട്ടണങ്ങൾക്കും പുൽപ്പുറങ്ങളുണ്ട്. കാരണം എല്ലാ ഗോത്രങ്ങളും അവരെല്ലാവരും പശുപാലകന്മാരാണ്. അവർക്ക് പശുക്കളും ആടുകളും കാളുകളും മൃഗസമ്പത്ത് ഒരുപാടുള്ളവരാണ്. അവർ മേച്ചിലാണ് അവരുടെ പ്രധാന തൊഴിൽ. അതാണ് അവരുടെ ആദായം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മേച്ചിൽ ഇവർക്കുമുണ്ട്, ആടുമാടുകളൊക്കെ. അപ്പോൾ അവർക്കും പുൽപ്പുറങ്ങൾ വേണം. അങ്ങനെ പുൽപ്പുറങ്ങൾ അവർക്ക് കൊടുത്തു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർ കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കൂടി പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തിനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. അപ്പം ഈ കനാൻ പ്രവേശത്തെ സംബന്ധിച്ച് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അതുപോലെ പിന്നീട് മോശയോടും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സകലവും നിവൃത്തിയായി. ദൈവം ഒന്നും ചെയ്യാതെ വിട്ടില്ല. ദൈവം എല്ലാം അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെയും ദൈവം കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ കനാൻ ദേശത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ താമസിച്ചു തുടങ്ങിയ ഈ ജനങ്ങളുടെ അവരുടെ സ്വഭാവവും അവരുടെ കയ്യിലിരിപ്പും അവരുടെ ദൈവത്തോടുള്ള ആഭിമുഖ്യവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നേരെ നടന്നാൽ നന്നായിരിക്കും. ഇല്ല, ദൈവത്തെ വിട്ടകന്ന് മാറി നടക്കുകയാണെങ്കിൽ അതിൻ്റെത് അനുഭവിക്കുകയും ചെയ്യും. അതുതന്നെയാണ് ഇനി വരാനുള്ള കാലത്തെ അവരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം. അത് നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് അതിനകത്ത് പക്ഷഭേദമില്ലല്ലോ. ദൈവം അതിനകത്ത് പോട്ടെ, ഇസ്രായേൽ മക്കളല്ലേ, അബ്രഹാമിൻ്റെ കൊച്ചുമക്കളല്ലേ, ഇസ്ഹാക്കിൻ്റെ കൊച്ചുമക്കളല്ലേ, യാക്കോബിൻ്റെ കൊച്ചുമക്കളല്ലേ എന്നൊരു വിവേചനമൊന്നും അവിടെ ഇല്ല. അബ്രഹാം നന്നായിരുന്നാൽ അബ്രഹാമിന് കൊള്ളാം, അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾക്ക് നന്നായിരുന്നാൽ കൊച്ചുമക്കൾക്കൊള്ളാം. അവിടെ ആ കാര്യത്തിൽ ദൈവം ഈ പറഞ്ഞ ഒരു സോഫ്റ്റ് കോർണറൊന്നും കാണിക്കത്തില്ല. പക്ഷേ ദൈവജനം തന്നെയാണ്. ദൈവം അതിനെ നേരാക്കി നടത്തി ലോകത്തെല്ലായിടവും ഒരു പ്രശംസാപാത്രമാക്കുവാനാണ്. അവരിലൂടെ ദൈവം മഹത്വപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരെ കൊണ്ട് ദൈവത്തിന് ചീത്തപ്പേരെ ഇന്നും സംഭവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ അവസ്ഥ. അത് നമുക്കിനി മുമ്പോട്ട് വായിക്കുമ്പോൾ മറ്റ് അവരുടെ ജീവിതവും കാര്യങ്ങളും യോശുവയുടെ കാലം അവസാനിക്കുന്നതും ന്യായാധിപന്മാരുടെ കാലം തുടങ്ങുന്നതൊക്കെയായ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-27 അധ്യായങ്ങൾ.
അപ്പോൾ ഇവിടെ നമ്മൾ 25 കണ്ട ചില കാര്യങ്ങൾ വായിച്ചു. അത് സംഭവിച്ചു കഴിയുമ്പോൾ സംഭവിക്കും, അതിനെക്കുറിച്ച് സംശയമില്ല. അതിൻ്റെ അവസാനത്തെ വാക്യം ഇന്നലെ വായിച്ചതിൻ്റെ നിൻ്റെ ഉറപ്പും ഉയരവുമുള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് പൊടിയാക്കും. എന്നിട്ട് ഇന്ന് നമ്മൾ വായിക്കുന്ന 26-ാം അധ്യായത്തിൽ അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും. പാട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ബലമുള്ള ഒരു പട്ടണം ഉണ്ട്, അവൻ മതിലുകളും കൊത്തളങ്ങളുമാക്കി വെക്കുന്നു. അപ്പം ഞാനൊരു പാട്ടിൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ആ പാട്ട് അന്നത്തെ എഴുതിയ ഭാഷയിൽ അവർക്ക് അതിൻ്റെതായ ട്യൂണും കാര്യങ്ങളും ഉണ്ടാവും. ഈ നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒരു ഗദ്യം വായിക്കുന്ന പോലെയാണ് നമ്മളിത് വായിക്കുന്നത്. പക്ഷേ ഈ പാട്ടാണ്. ഞാനൊന്ന് നോക്കിയപ്പോൾ ഈ പാട്ട് 27-ാം അധ്യായത്തിൽ അവസാനിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. വീണ്ടും പരിശോധിച്ചപ്പോൾ അതൊരു 35-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ 35-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നീണ്ടു കിടക്കുന്നൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എന്നെ ഈ കേൾക്കുന്ന താങ്കളും അതൊന്ന് പരിശോധിക്കണം അതങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അത്ര കൃത്യമല്ല. 35-ാമത്തിൻ്റെ അവസാനം വരെയും ആ പാട്ടാണെന്നാണ് ഞാൻ ഓരോ അധ്യായങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ 26-ഉം 27-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലും അത് പാട്ട് തീരുന്നതായിട്ടൊരു തോന്നലുണ്ട്. പക്ഷേ 28-ഉം 29-ഉം 30-ഉം ഒക്കെ വായിക്കുമ്പം അതും ഒരു പാട്ടിൻ്റെ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് 35-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ആ പാട്ടുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പരിശോധിക്കുക. അപ്പം ഇവിടെ ഈ പാട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ, സ്ഥിരമാനസൻ നിന്നെ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായുള്ള പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. അതാണ് ആദ്യത്തെ 3-4 വാക്യങ്ങൾ ആയിട്ട് കാണുന്നത്. പിന്നെ 7-ാമത്തെ നീതിമാൻ്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീ നീതിമാൻ്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. വീണ്ടും താഴോട്ടൊരു 10-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല, നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും, യഹോവയുടെ മഹത്വം അവൻ കാണുകയില്ല. ആരാണ് ദുഷ്ടൻ? 13-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീയില്ലാതെ വരെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്, എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. മരിച്ചവർ ജീവിക്കുന്നില്ല, വ്രതന്മാർ എഴുന്നേൽക്കുന്നില്ല. അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ ശേഷം ഇല്ലാതാക്കുകയും ചെയ്തത്. താഴോട്ട് നീ ജനത്തെ വർദ്ധിപ്പിച്ചു, യഹോവേ ജനത്തെ നീ വർദ്ധിപ്പിച്ചു, നീ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ദേശത്തിൻ്റെ അതിരുകളെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. യഹോവയെ കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർ തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. ഭൂവാസികൾ നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പിൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിൽ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. അപ്പോൾ മരിച്ചു കിടന്നവരെ ഭൂമി പ്രസവിക്കും, അവരെ എഴുന്നേൽക്കും. അവർക്ക് നിത്യജീവൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ വായിക്കുന്നത്. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും, തന്നെയുള്ള യാതന്മാരെ ഇനി മൂടി വയ്ക്കുകയുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ പറയുന്നത് എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം ദൈവക്രോധം കടന്നു പോകുമ്പോഴും അല്പം നേരത്തേക്ക് ഒളിച്ചിരിക്കുക. പാട്ടിലെ വരികളാണ്. 27-ാം അധ്യായം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുസർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. അങ്ങനെയുള്ളൊരു ന്യായവിധിയെ സംബന്ധിച്ചോടെ പാട്ട് പാടുന്നു. പിന്നെ അതിൻ്റെ 27-6 വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിലെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കാലമുണ്ട്. ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഈ മൃഗസമ്പത്തും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ലോകത്തിലെ നമ്പർ 1 ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം ദൈവം അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ദൈവജനമായിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്കവിടെ കാണാം. പക്ഷേ അവർ യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അവരുടെ ഈ ദോഷപ്രവർത്തികൾ മാറ്റി ക്രിസ്തുവിലാകുകയും ചെയ്യേണ്ട കാലത്തിലേക്കാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും, സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും, അത് തിരിച്ചറിവില്ലാത്തൊരു ജാതിയല്ലോ. അതുകൊണ്ട് അവരെ നിർമ്മിച്ചവന് അവരോട് കരുണ തോന്നുകയില്ല, അവരെ മെനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെയും കറ്റമരിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഓരോന്നായി പെറുക്കിയെടുക്കും.
അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, അന്നാളിൽ മഹാകാഹളമൂതും അശൂർ ദേശത്ത് നഷ്ടരായവരും ഇസ്രായേൽ ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. അപ്പോൾ ഈ യഹോയാക്കീമിൻ്റെ കാലത്ത് സിദെക്കിയാവിൻ്റെ കാലത്തൊക്കെയും അശൂരും അതിനുശേഷമൊക്കെ അശൂരും അതുപോലെ തന്നെ ഇടയ്ക്ക് മിസ്രൈം ദേശത്തും ഒക്കെ ഭ്രഷ്ടരായി പോയവരൊക്കെ ഉണ്ട്. മിസ്രൈം ദേശത്തേക്ക് അവർ ഓടിപ്പോയി, അവിടെ പോയി സുഖമായിരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നപ്പോൾ അവിടെ അശൂർ വന്ന് അവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ അവർക്ക് അവിടുന്നും മിസ്രൈമിൽ നിന്നും അശൂരിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പം ഇത് ഒരു സമയം മാത്രമല്ല, പല സമയത്തും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുകയും അവർ പ്രവാസത്തിലേക്ക് പോവുകയും കുറേ പേർ, എല്ലാവരുമല്ല, പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും പോകേണ്ട ഒരു സാഹചര്യം വന്നത് അത് ബാബേൽ പ്രവാസ കാലത്താണ്. 3 പ്രാവശ്യമായിട്ട് അവരെ കൊണ്ടുപോകുന്നു, 3 രാജാക്കന്മാരുടെ കാലത്ത്. അതൊരു 70 വർഷം യെരൂശലേം ശൂന്യമായി കിടക്കുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നത്. അപ്പം അതുപോലെ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു കാര്യത്തിലാണ് അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രൈം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കാരം. അപ്പോൾ തിരികെ വരവിനെക്കുറിച്ചാണ്, ഒരു മടക്കയാത്രയെക്കുറിച്ചാണ്, മടങ്ങി വരവിനെക്കുറിച്ചാണ്, യഥാസ്ഥാനത്തെ ആക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെയാണ് ആ പ്രത്യാശയുള്ള വാക്കുകളാൽ ആ അധ്യായം അവസാനിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. ലേഖനകർത്താവ് തുടർന്നും ഇവിടെ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടുന്ന ആ ജോലിയിൽ വ്യാപൃതനാകുകയാണ്. അദ്ദേഹം കൂടുതൽ തെളിവുകളോടുകൂടി യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം, യേശുക്രിസ്തുവിൻ്റെ ലൂടെയുള്ള ദൈവിക പദ്ധതി, യേശുക്രിസ്തു ഒരു മനുഷ്യനായിരിക്കെ തന്നെ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്നത്, ന്യായപ്രമാണത്തിൽ ആ ക്രിസ്തുവിൻ്റെ സ്ഥാനം, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുടെ സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് ആദ്യം പറഞ്ഞത്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണത്രേ. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, നന്മകളുടെ നിഴലാണ്. അത് കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല, അത് നിഴലാണ്. അപ്പം അതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കാളകളുടെയും ആറ്റുകൊട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഒരാൾ തന്നെ വീണ്ടും യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും അതൊരു സമ്പൂർണ്ണമായൊരു പാപക്ഷമയിലേക്ക് അത് പോകുന്നില്ല. അവിടെ ഈ എഴുത്തുകാരൻ പൗലോസപ്പോസ്തലനാണെങ്കിൽ അദ്ദേഹം അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരു ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അതാണല്ലോ നൂറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ വരവിനെ സംബന്ധിച്ചുള്ള ഒരു എഴുത്താണ്. അപ്പം യേശുക്രിസ്തു പറയുന്നതായിട്ടാണ്, ദൈവം വഴിപാടും ഒന്നും ഇച്ഛിച്ചില്ല, പക്ഷേ ആ വഴിപാടിലൊന്നും നീ പ്രസാദിച്ചില്ല, കാരണം വഴിപാടുകളൊക്കെ വെറും വഴിപാടുകളായിപ്പോയി. അപ്പോൾ അപ്പോഴാണ് പറയുന്നത്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എവിടെ മുതൽ എഴുതിയിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിനെക്കുറിച്ച്, മലാഖി പുസ്തകത്തിൻ്റെ അവസാനം വരെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള എഴുത്തുകളുണ്ട് പുസ്തക ചുരുളുകളിൽ. ആ പുസ്തക ചുരുളിൽ ഒരു പുസ്തക ചുരുളിലാണ് ഈ പ്രവചനവും എഴുതിയിരിക്കുന്നത്. ദൈവമേ ഞാൻ വരുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും ഇന്ന് നീ ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ രണ്ടാമത്തേനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേനെ നീക്കിക്കളയുന്നു എന്നും ലേഖനകർത്താവ് ഇവിടെ പറയുന്നു. എന്നിട്ട് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. എന്നിട്ടുള്ള ഒരു പ്രവചനം, യിരെമ്യാ പ്രവാചകനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു പ്രവചനം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്.
എന്നിട്ട് ചില ഉപദേശങ്ങളിലൂടെ പറയുന്നത്, ഇവരോട് പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചത് മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ കൈവിട്ട് കളയരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്, നിങ്ങൾ പിന്മാറിപ്പോകരുത് എന്ന് തന്നെയാണ് അവിടെ എബ്രായരോട് പറയുന്നത്. താഴെ പറയുന്നുണ്ട്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടത്. അപ്പോൾ അവർ സഭായോഗങ്ങളിൽ അലംഭാവം കാണിക്കുന്നില്ല, എല്ലാ സഭായോഗങ്ങളിലും പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ അകൽച്ച കൂടി വരും. ഒരാഴ്ച വന്നില്ല, ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം വന്നില്ലെങ്കിൽ അത്രയും അകൽച്ച, 2 ആഴ്ച വന്നില്ലെങ്കിൽ വീണ്ടും അകൽച്ച, 3 ആഴ്ച 4 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എത്ര വിചാരിച്ചാലും ഒരു സഭായോഗത്തിലേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ലേഖനകർത്താവ് അവരോട് പറയുന്നത്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്, അത് മുടക്കം കൂടാതെ പങ്കെടുക്കേണ്ടതാകുന്നു, ഒരു സഭായോഗം പോലും ഉപേക്ഷിക്കരുത്. അപ്പം നമുക്കറിയാമല്ലോ, 5-6 ദിവസം 7 ദിവസം കൂടുമ്പോഴാണ് നമ്മളൊന്ന് വരുന്നത്, നമ്മുടെ സഹോദരങ്ങളെ കാണുന്നത്. അത് ആ ഒരാഴ്ച വന്നില്ലെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് എത്ര ദിവസത്തെ എന്ന് ആലോചിച്ച് കൊടുക്കൂ. ഒരു പ്രബോധനം കേൾക്കാൻ കഴിയത്തില്ല, ഒരുമിച്ചിരുന്ന് പാട്ട് പാടാൻ കഴിയത്തില്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഗ്യാപ്പ് 10-14 ദിവസത്തെ ഗ്യാപ്പ് വരെയാണ്. ഈ 14 ദിവസത്തെ ഗ്യാപ്പ് നമ്മളെ അത് ഗുണകരമാകത്തില്ല, നമുക്കത് ദോഷം ചെയ്യും. അത് ഒരാഴ്ച കൂടെ വന്നില്ലെങ്കിലോ 21 ദിവസത്തെ ഗ്യാപ്പ് വരെയാണ് സഹോദരങ്ങൾ തമ്മിൽ കാണുന്നത്, ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയും ഒരുമിച്ചിരുന്ന് പാടുകയും പ്രബോധനം കേൾക്കുന്നതിൻ്റെ ഒക്കെ. ഇത് നമ്മളെ വചനത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും അകറ്റും, അറിഞ്ഞ സത്യത്തിൽ നിന്ന് അകറ്റും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി പറയുന്ന കാര്യം, നമ്മൾ 6-ാം അധ്യായത്തിൽ വായിച്ച ഒരു കാര്യത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ പറയും. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം 26-ാം വാക്യം മുതലാണ്, മനഃപൂർവ്വം പാപം ചെയ്താൽ, അവനെ നുള്ളുകയും ഇടിക്കുകയും ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചല്ല, ഈ ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഏറ്റെടുത്ത് വിശ്വാസത്തിലേക്ക് വന്നവർ അതിനെ പിന്മാറിപ്പോവുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ്, അല്ലാതെ ഒരു പെൻസിൽ മോട്ടിച്ച കാര്യത്തെക്കുറിച്ചല്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, ഇതാണ് ഇവിടുത്തെ പ്രധാന കാര്യം, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ കുറച്ചുകൂടെ ഇതായിട്ട് പറയുന്നത്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാശിയായി ഭവിച്ചവർക്കും ആ വക അനുഭവിക്കുന്നവർക്കും കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അവിടെ ഇന്ന് പ്രതികൂലത്തിൻ്റെ മധ്യയാണ് ജീവിക്കുന്നത്, നിന്ദയുടെ മധ്യയാണ് ജീവിക്കുന്നത്, ഒരു മടക്കി പോക്കിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതിനുള്ള സാഹചര്യം ആണ് ഇപ്പം നിലനിൽക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ടാണ് ലേഖനകർത്താവ് അങ്ങനെ പറയുന്നത്. തള്ളിക്കളയരുത്, നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്ന് പറയാം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിച്ചു നിന്നാലേ ഒക്കുള്ളൂ. അത് ആരെയും സഹിക്കാനൊക്കത്തില്ല. വചനം വായിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ആ സഹനത്തിൽ നിന്ന് അന്ത്യത്തോളം സഹിച്ചു നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല ആരും. യേശുക്രിസ്തു മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനിയുള്ളവരെല്ലാം രക്ഷിക്കപ്പെടുവാനുള്ളവരാണ്. രക്ഷിക്കപ്പെടുവാനുള്ളവരേ ഉള്ളൂ ഇനി. ആ രക്ഷിക്കപ്പെടുവാനുള്ളവർ, എന്താ രക്ഷിക്കപ്പെടുവാനുള്ളവരെ കുറിച്ച് പറയുന്നത്? അവസാനത്തോളം സഹിച്ചു നിൽക്കും, എന്നാൽ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുക, എന്നാൽ രക്ഷിക്കപ്പെടും. അപ്പോൾ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവൻ പ്രസാദം. ഇതൊക്കെ പഴയ പുസ്തകത്തിലെ കോട്ടുകളാണ് കേട്ടോ.
എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവൽ പ്രസാദമില്ല. എന്നിട്ട് ലേഖനകർത്താവ് പറയും, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നത്. ഈ വാക്കുകളാൽ എബ്രായരെ ബലപ്പെടുത്തുകയാണ് ഇവിടെ ലേഖനകർത്താവ് ചെയ്യുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നിങ്ങളെ പിൻവലിക്കുകയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളെ വഴിതെറ്റി നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ ഈ പറഞ്ഞ നാശത്തിൽ പോകാനുള്ളവരാണ്. അവരുടെ ആ കൂട്ടത്തിൽ നിങ്ങൾ പിന്മാറി അവരുടെ കൂട്ടത്തിലായി തീരരുത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുക ഉള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ജീവരക്ഷ പ്രാപിക്കണം. അപ്പം അതാണ് ഇവിടെ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികളെ, യഹൂദ ക്രിസ്ത്യാനികളെ ഇവിടെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഹൃദയസ്പർശിയായ വാക്കുകൾ. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. പുതിയ വായനാഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദി.